ഒന്ന് പേരൊന്ന് പറഞ്ഞു. എൻ്റെ പേര് ആഗ്ന. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. CKCH സ്കൂൾ പൊന്നുരിഞ്ഞിയിലാണ് പഠിക്കുന്നത്. ജെയിംസ് ഓട്ടോ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു. സെക്യൂരിറ്റി സ്റ്റാഫ്. നിങ്ങൾ 3 മക്കളാണ് അല്ലേ? രണ്ടാമത്തെ മകനാണ്. ചേട്ടൻ്റെ മകളാണ്. ഇന്ന് കേരളം മുഴുവൻ അല്ലെ ഈ ലോകം മുഴുവൻ രാവിലെ മുതലൊക്കെ ഞങ്ങളുടെ ഓഫീസിലേക്ക് കോളുകളായിരുന്നു. ലോകത്തിൻ്റെ പല അമേരിക്കയിൽ നിന്നും മറ്റു സ്ഥലത്തു നിന്നെല്ലാം ഈ ഒരു വിഷയം അറിഞ്ഞിട്ട് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചിട്ട് പലരും ഞങ്ങളെ പേഴ്സണലായിട്ടും അല്ലാണ്ടൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് മോള് നമ്മളോടൊപ്പം ചേരുകയാണ്. ഇത് കഴിഞ്ഞ 3 ആഴ്ചകളായിട്ടായിരുന്നു നടന്നത് ഈ ഒരു ദിവ്യകാരുണ്യ അത്ഭുതം. ആദ്യമായി ഇത് സംഭവിച്ചപ്പോൾ എന്തായിരുന്നു തോന്നി? ആദ്യമായിട്ട് തീർച്ചയായിട്ടും എനിക്ക് നല്ല പേടിയായിരുന്നു. എന്താണ് സംഭവം എന്നറിയാതെ ഞാൻ ആകെ പേടിച്ചു പോയി. കൈയൊക്കെ നല്ല വിറക്കലായിരുന്നു. അത് ഇനി അതൊരു അച്ഛനും വിഷമിച്ച് എല്ലാവരും ഒരേപോലെ കരഞ്ഞിട്ടിരുന്നപ്പോൾ എനിക്കും ആകെ എന്തൊക്കെയോ പോലെ തോന്നി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ആയി. ടെൻഷനൊക്കെ പയ്യെ മാറി. ഇത് ആദ്യം കയ്യിലാണല്ലോ അല്ലേ? ആദ്യം ഞാൻ കയ്യിലാണ് സ്വീകരിച്ചത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? സ്വീകരിച്ച ഈശോ, അച്ഛൻ ഈശോൻ്റെ അപ്പം തിരുവോസ്തി കയ്യിൽ വെച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ഞാൻ തിരുവോസ്തി കയ്യിൽ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓസ്തിന്ന് സെൻറ്ററിൽ നിന്ന് ബ്ലഡ് ഒഴുകി വന്ന് അപ്പുറത്തെ കയ്യിലോട്ട് ഒഴുകി വന്നു. അത്രയ്ക്കും ഒഴുകിയായിരുന്നു? കയ്യിൽ നിന്ന് ഒഴുകിയായിരുന്നു. അപ്പോൾ ഇത് തിരുവോസ്തി സ്വീകരിക്കുന്നതിന് മുമ്പ് ഇത് പെട്ടെന്ന് കണ്ടു, അപ്പോൾ തന്നെ വന്നു അല്ലേ? അപ്പോൾ പേടിച്ചു. എന്തെങ്കിലും പ്രത്യേക അനുഭവം കയ്യിൽ എന്തെങ്കിലും വന്നായിരുന്നു ആ സമയത്ത്? കൈ നല്ലപോലെ വിറച്ചല്ല, അത് വേറെ വേദനയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല? നമ്മളിത് സ്വീകരിക്കുന്നതിന് മുമ്പാണ് ഇങ്ങനെ പെട്ടെന്ന് ബ്ലഡ് കണ്ടത് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്തു ആദ്യം? ഞാൻ അപ്പം തന്നെ അടുത്തിരിക്കുന്ന കൊച്ചിനെ കാണിച്ചു. അപ്പം അവൾ പേടിച്ചു പോയപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ വേഗം മിസ്സിനെ കാണിച്ച്. അപ്പം മിസ്സ് വേഗം ഞങ്ങളുടെ ഹെഡ് മിസ്ട്രസ്, കാറ്റിസം ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് മിസ്റ്റർ കാണിച്ചു. പിന്നെ ഹെഡ് മിസ്റ്റർ വേഗം അച്ഛനെ കാണിച്ചു. ആ സമയം കൊണ്ട് തന്നെ കാണിച്ചു അല്ലേ? അച്ഛൻ ദിവ്യകാരുണ്യം കൊടുത്ത് തിരിച്ചു വരുന്ന സമയത്ത്. ആ സമയത്താണ് ഇത് കാണിച്ചതല്ലേ? ഇതിനു മുമ്പ് ഇങ്ങനെ ദിവ്യകാരുണ്യ അത്ഭുതത്തെ കുറിച്ചൊക്കെ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ, പഠിച്ചിട്ടൊക്കെ ഉണ്ടോ? കേട്ടിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെ തിരുവോസ്തിന്ന് രക്തം വരുന്നത് അല്ലെങ്കിൽ തിരുവോസ്തി മാംസമാവുന്നതൊക്കെ കേട്ടിട്ടുണ്ട്, ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അന്ന് പെട്ടെന്ന് അത് ഉണ്ടായപ്പോൾ ഇങ്ങനൊരു ദിവ്യകാരുണ്യ അത്ഭുതമാണല്ലോ എൻ്റെ കയ്യിലും സംഭവിച്ചത് എന്ന് തോന്നി. അതിനുശേഷം പിന്നെ ദിവസം ഇപ്പോൾ ഒരാഴ്ച അതിന് ശേഷം പിന്നെ സംഭവിച്ചത് ജൂലൈ 28-നാണ് അല്ലേ? പിറ്റത്തെ ഞായറാഴ്ചയാണ്. അപ്പം അതുവരെയുള്ള സമയങ്ങളിൽ എങ്ങനെയാണ് കടന്നുപോയത്? ആവശ്യത്തിന് ഭക്തിയായിരുന്നു, ഒന്നും ഓവറായിട്ട് ഉണ്ടായില്ല. ആവശ്യത്തിന് പ്രാർത്ഥന എല്ലാം. ആവശ്യം എന്ന് പറയുമ്പോൾ നമ്മൾ കുടുംബ പ്രാർത്ഥന ഉണ്ടാവും അല്ലേ? കുടുംബ പ്രാർത്ഥന അധികം ഉണ്ടായില്ല. ജപമാല സ്കൂളിൽ ചൊല്ലും. പിന്നെ അതുപോലെ തന്നെ സ്കൂളിൽ സംരക്ഷണ പ്രാർത്ഥനയൊക്കെ പറയുന്നത് ഞാൻ തന്നെ ആയിരുന്നു. അങ്ങനെ പിന്നെ സ്കൂളിൽ മിസ്സുമാരാണെങ്കിലും വിളിച്ചിരുത്തി പ്രയർ റൂമിലൊക്കെ ഇരുത്തി പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കുവായിരുന്നു. ഇന്റർവെൽ ടൈമിലൊക്കെ ചെല്ലാറുണ്ട്, പ്രാർത്ഥനയൊക്കെ ചെല്ലാറുണ്ട് മിസ്സുമാര് വിളിച്ചിരുത്തി. പിന്നെ അവിടെ സംരക്ഷണ പ്രാർത്ഥന അതെന്തിൻ്റെയാണ്? സംരക്ഷണ പ്രാർത്ഥന ഈവനിങ് ഒരു 4-3:30 ഒക്കെ ആകുമ്പോഴേക്കും എല്ലാവരും പോകുന്ന സമയത്ത് എന്നെ കൊണ്ടാണ് സംരക്ഷണ പ്രാർത്ഥന ചൊല്ലിപ്പിക്കാറ്. ഞാൻ 8ാം ക്ലാസ് പോലെ ഞാൻ തന്നെ ചൊല്ലുന്നത്. ഉച്ചയ്ക്കാണെങ്കിലും പ്രാർത്ഥന. ജപമാല സ്കൂളിൽ അങ്ങനെ എക്സാക്ട് ടൈമൊന്നുമില്ല. ഇന്റർവെൽ ടൈമിൽ ചെന്ന എല്ലാ പിള്ളേരും ജപമാല ചൊല്ലണായിരിക്കും. അപ്പൊ നമുക്കും ഇൻക്ലൂഡ് ആവാം അവിടെ ചെന്നേ. പ്രയർ റൂം. അത് കഴിഞ്ഞിട്ട് 28-ാം തീയതിയാണ് രണ്ടാമത് സംഭവിക്കുന്നത് അല്ലേ? അപ്പോൾ 28-ാം തീയതി രാവിലെ കുർബാനയ്ക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ ഞായറാഴ്ച ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ആളുകളൊക്കെ എന്തെങ്കിലും ചോദിച്ചിരുന്നു? എല്ലാവരും ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അച്ഛൻ പറഞ്ഞു ഇനിയും ഒരത്ഭുതം കൂടി നടക്കുമെന്നാണ് പിതാവ് പറഞ്ഞതെന്ന് എന്നോട് അച്ഛൻ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് സ്വീകരിക്കാൻ പോകേണ്ട 5 മിനിറ്റ് മുമ്പ് കയ്യിലൊക്കെ ഇങ്ങനെ തരിപ്പ് പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായി. അത് കഴിഞ്ഞ് അപ്പം എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ സംഭവിക്കാൻ പോകണ്ടെന്ന്. അപ്പം ഞാൻ ഇത്തിരിയും കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടായേ.
അത് നാവിലാണോ സ്വീകരിച്ചത്? കയ്യിൽ സ്വീകരിച്ചിട്ട് അപ്പം തന്നെ നാവിലോട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്തത്. രണ്ടാമത്തെ വട്ടം. ആ. അപ്പൊ അന്ന് കയ്യിൽ സ്വീകരിക്കുമ്പോൾ ഒന്നും സംഭവിച്ചിരുന്നില്ല? ഇല്ല. നാവിൽ വയ്ക്കുമ്പോഴാണ് സംഭവിച്ചത്. അപ്പോൾ എന്തായി? ബ്ലഡായി മാറി. നാവിൽ വെച്ചപ്പോൾ ബ്ലഡ്, അത് ആദ്യത്തെ പ്രാവശ്യം ബ്ലഡ് ഒഴുകി വന്നുകൊണ്ട് ഒഴുകി വന്ന ബ്ലഡ് എന്നെ കൊണ്ട് കൺസ്യൂം ചെയ്യിപ്പിച്ചു. അപ്പോൾ എനിക്ക് ആ ഒരു ഫ്ലേവർ ടേസ്റ്റ് മനസ്സിലായിട്ടുണ്ടായി. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ എനിക്കത് മനസ്സിലായി. അപ്പം ഞാൻ വേഗം അടുത്തിരിക്കുന്ന കൊച്ചിനൊന്ന് ജസ്റ്റ് കാണിച്ചു. അപ്പോൾ അവൾ വേഗം ആ ബ്ലഡ് വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് അവളാണ് മിസ്സിനെ അപ്പം തന്നെ വിളിച്ചത്. ആദ്യം വന്ന ബ്ലഡ് അപ്പം തന്നെ കൺസ്യൂം ചെയ്തു അല്ലേ? അപ്പം തന്നെ കൺസ്യൂം ചെയ്തില്ല, കുർബാന കഴിഞ്ഞ് ആരാധന കഴിഞ്ഞ് അതുവരെ ആ ബ്ലഡ് അങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ. അതിനുശേഷമാണ് പിന്നെ 2 പോൾസ് ആയിട്ടുണ്ടായി. 2 പോൾസ് ആയിട്ട് നിന്നിരുന്നു അല്ലേ? 2 കയ്യിലേക്കും വന്നിരുന്നു. 2 കയ്യിലുണ്ടായി, പക്ഷെ ഈ കയ്യിലാണ് അത് നിന്നേച്ചത്. കൂടുതൽ നിന്നിരുന്നത് ഈ കയ്യിലാണല്ലേ? മറ്റൊരു കാര്യം ചോദിക്കുകയാണെന്ന് വെച്ചാൽ അതിനുശേഷം ഇപ്പോൾ നാവിൽ വന്നപ്പോൾ ടേസ്റ്റ് വ്യത്യാസം വന്നു അല്ലേ? അങ്ങനെയാണ് അച്ഛനെ അറിയിച്ചത്. ആ സമയത്ത് നാവിൽ എന്തെങ്കിലും വന്നിരുന്നോ? എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല, എന്തൊക്കെയോ ആരൊക്കെയോ പറയണ പോലെയൊക്കെ ഫീൽ ചെയ്തു, പക്ഷെ അതെന്താണെന്ന് മനസ്സിലായില്ല. ആരെന്തോ പറയുന്നത് പോലെ ഫീൽ ചെയ്തു. എന്താണെന്ന് മനസ്സിലായില്ല. ആ സമയത്ത് എന്താ അനുഭവം മനസ്സിലുണ്ടായിരുന്നത് രണ്ടാമതും കൂടി വന്നപ്പോൾ? ആ ടൈമിൽ ഞാൻ ഭയങ്കര പേടിച്ചിരിക്കുമായിരുന്നു. എനിക്കൊന്നും കൈയൊക്കെ നല്ല വിറച്ച്, എനിക്ക് അല്ലെങ്കിൽ തന്നെ ചെറിയ പേടിയുള്ളതാണ് കൂടെ. അപ്പം ഇതും കൂടി ആയപ്പോൾ നല്ല പേടിയായിപ്പോയി. അത് അച്ഛൻ പീലാസയിൽ വാങ്ങിച്ചിട്ട് ടെസ്റ്റിന് വിട്ടു. അവിടുന്ന് വിട്ടു. ഇതിനുശേഷം എന്തായിരുന്നു? വീട്ടിൽ ചെന്നിട്ട് പാരൻസ് ഒക്കെ എന്ത് പറഞ്ഞു? പ്രാർത്ഥിക്കാൻ പറഞ്ഞു നല്ലപോലെ. അതിനുശേഷം പ്രാർത്ഥന കൂടിയോ? കുറച്ചും കൂടി കൂടി. എങ്ങനെ പ്രാർത്ഥിച്ചത്? ഇപ്പോൾ ഒരു ജപമാലയൊക്കെ ചൊല്ലുന്ന സമയത്ത് 4 എണ്ണമൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് സ്കൂളിലൊരു സംഭവം ഉണ്ടായി. സ്കൂളിൽ വ്യാഴാഴ്ച അവധിയുള്ള ദിവസം എന്നോട് വന്നിട്ട് ചോദിച്ചു, ഒന്ന് ജപമാല ചൊല്ലാമോ എന്ന് ചോദിച്ചു. അപ്പോൾ സ്കൂളിൽ HM ടീന മിസ്സിൻ്റെ ഒപ്പം ഞങ്ങൾ പ്രെയർ റൂമിൽ ഇരുന്ന് ജപമാല ചൊല്ലി. ഒരു 4 എണ്ണം ചൊല്ലി. അത് കഴിഞ്ഞപ്പം ഉച്ചയായപ്പോൾ പോകാം, ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നും പറഞ്ഞിട്ട് പ്രെയർ റൂം അടച്ച് ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഓഫീസ് റൂമിൽ ചെന്നിരുന്നു. അപ്പോൾ തന്നെ മഴ നല്ലോണം തുടങ്ങി. അപ്പോൾ മഴ ഒന്ന് ഇത്തിരി നിന്നിട്ട് പോകാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിൽക്കുമായിരുന്നു. അതിനപ്പോൾ കയ്യിൽ എപ്പോഴും ഇങ്ങനെ സംഭവിക്കുക, പൂത്ത് ഇങ്ങനെ വന്നു. അപ്പോഴേക്കും ഇങ്ങനെ തിണർത്ത് വന്നൊക്കെ പോലെ തോന്നിയപ്പം ഞാൻ മിസ്സിനോട് പറഞ്ഞു. അപ്പം മിസ് പറഞ്ഞു, എനിക്കും ആ ഒരു ഫീല് വന്നിട്ടുണ്ട്, നമുക്കെന്നാൽ പ്രെയർ റൂമിൽ പോകാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഗൂസ് ബംസ് വരും. ഗൂസ് ബംസ് വന്നപ്പം മിസ്സും പറഞ്ഞു എൻ്റെ കയ്യിലും അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്തൊക്കെയോ ഒരു സംഭവിക്കാൻ എന്നുവെച്ചാൽ അന്ന് എനിക്ക് ആ ഒരു ഫീൽ ഉണ്ടായതുകൊണ്ട് എനിക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ പോകണമെന്ന് എൻ്റെ മൈൻഡ് തന്നെ പറഞ്ഞു. അപ്പം അത് ഞാൻ അങ്ങനെ പറയുകയും ചെയ്തു. അപ്പം മിസ് പറഞ്ഞു അതാ പ്രെയർ റൂമിൽ പോകാമെന്ന് പറഞ്ഞു. പ്രെയർ റൂം തുറന്ന് ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ തന്നെ മാതാവിൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് ഒഴുകി വന്നത് കണ്ടു. അത് ആരെയും അങ്ങനെ അധികം അറിയിച്ചില്ല. പിന്നെ ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ എല്ലാവരും അറിഞ്ഞു ഏകദേശം. ഈ ഒരു സംഭവം ഉണ്ടായ ശേഷമാണ് ആ മാതാവിൻ്റെ കണ്ണിൽ നിന്നത് രക്തം വന്നല്ലേ? അത് എത്ര നേരം നിന്നു അത് രക്തം? അത് ഇന്നലെ വരെ ഉണ്ടായി. ഇന്നത് തന്നെത്താനെ മാഞ്ഞു പോയി. ആ മാതാവിൻ്റെ രൂപത്തിൽ നിന്ന് മാഞ്ഞു പോയി. അത് കോളേജിൽ സ്കൂളിൽ ആർക്കൊക്കെ അറിയായിരുന്നു മിസ്സിന്? സ്കൂളിൽ എല്ലാ മിസ്സുമാർക്കും അറിയായിരുന്നു. എല്ലാവരും കണ്ടായിരുന്നു. അന്ന് ഹെഡ് മിസ്റ്റേഴ്സും അവിടുത്തെ പ്യൂൺമാർ മാത്രവും ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് അറിഞ്ഞപ്പോൾ അപ്പയും അമ്മയും അങ്കിളും ഒക്കെ വല്യപ്പിച്ചൊക്കെ കൂടി സ്കൂളിൽ വന്ന് കണ്ടു, രൂപം കണ്ടു. അതിനുശേഷം ഇപ്പൊ അത് മാഞ്ഞു പോയെന്നല്ലേ? അത് ഈ രണ്ടാമത് ദിവ്യകാരുണ്യ അത്ഭുതം നടന്നതിന് ശേഷമുള്ള ദിവസമായിരുന്നു അല്ലേ? അതിനുശേഷം ഈ ഇപ്പൊ മൂന്നാമത് ഒരു ദിവ്യകാരുണ്യ അത്ഭുതം നടക്കും എന്ന് തോന്നിയിരുന്നു? എനിക്ക് കുർബാന ചെയ്യുന്ന 5 മിനിറ്റ് മുമ്പ് എനിക്ക് തോന്നി എന്തൊക്കെയോ ഇന്നും സംഭവിക്കാൻ പോകണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എപ്പോഴും പോലെ കൈ ഇങ്ങനെ ഗൂസ് ബംസ് ഒക്കെ വന്ന് ആകെ ഇതായി. എനിക്ക് കൈ ജസ്റ്റ് ഒന്ന് വിറച്ചായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഒരു ഫീൽ ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞപ്പം ഞാൻ അപ്പം തന്നെ ഇറക്കാനാണ് നോക്കി, ഇറക്കാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ആ ഫ്ലേവർ പിന്നെയും എനിക്ക് മനസ്സിലായത്. അപ്പം ഞാൻ വേഗം അടുത്തിരിക്കുന്ന കൊച്ചിനെ ഇതുപോലെ തന്നെ കാണിച്ചു. അപ്പോൾ അവളാണ് ഈ പ്രാവശ്യവും അവിടെ നിന്ന് വെച്ചൊരു ആൻറ്റീനെ വിളിച്ചത്, കാണിച്ചത്. അങ്ങനെ ആ തിരുവോസ്തിയാണ് നമ്മൾ 4-ാം തീയതി അല്ലെ, ഓഗസ്റ്റ് 4-ാം തീയതി ഇവിടെ പൊതുദർശനത്തിൽ വെക്കുകയും പിതാവ് വന്ന് 3 കൂടി കൊണ്ടുപോവുകയും ചെയ്തതല്ലേ? അതിനുശേഷം അന്നും പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, ടേസ്റ്റ് മാത്രമേ വന്നിരുന്നു അല്ലേ? എന്തെങ്കിലും നാവില് നമുക്ക് അങ്ങനെ ഒന്നും വന്നിരുന്നില്ല, വേദനയോ പെയിനോ ഒന്നും വന്നിരുന്നില്ല.
ഈശോ ആ സമയത്ത് കൂടെ ഇപ്പോൾ തിരുവോസ്തി രക്തമായി മാറുന്നു അല്ലെങ്കിൽ മാംസമായി മാറുന്ന ഒരു അത്ഭുതം നമ്മൾ പണ്ട് മുതലേ ഒരുപാട് കേട്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് തന്നെ നമ്മൾ യൂറോപ്പിലും മറ്റെല്ലായിടത്തും ഇപ്പോഴും അതിൻ്റെ സഭ ഔദ്യോഗികമായി അംഗീകരിച്ച അത്ഭുതങ്ങൾ ഒരുപാടുണ്ട്. കേരളത്തിൽ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്, വിളക്കന്നൂർ ദേവാലയത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒന്ന്. സഭ അത് പഠിക്കുന്നുള്ളൂ. അതിനുശേഷം ഇപ്പോൾ ഇവിടെ ഈ ഒരു ദേവാലയത്തിൽ ഇങ്ങനെ സംഭവിക്കുകയാണ്. മറ്റുള്ളവരൊക്കെ എന്താണ് പറയുന്നത്? അതിന് ശേഷം നേരിട്ട് ഇപ്പോൾ ഇടവക്കാരും അവരൊക്കെ എന്താ പറയുന്നത്? എല്ലാവരും പ്രാർത്ഥിക്കണം അങ്ങനെയൊക്കെ വന്ന് പറയാറുണ്ട്. പിന്നെ പറഞ്ഞു ദൈവം ഇപ്പോൾ ഉള്ളതുകൊണ്ടാണ്, പേടിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് നടന്നപ്പം എല്ലാവരും ഒരു പോസിറ്റീവ് കാര്യം ഉണ്ടെങ്കിൽ അതിനൊരു നെഗറ്റീവും കണ്ടുപിടിക്കുന്ന ആൾക്കാർ ഉണ്ടല്ലോ ഈ സമൂഹത്തിൽ. അപ്പം അതുപോലെയൊക്കെ തന്നെ രണ്ടാമത് നടന്നപ്പം പറഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പം അതത്രയ്ക്ക് ആരും അങ്ങനെയൊന്നും പ്രത്യേകിച്ച് നെഗറ്റീവ് ഒന്നും പറഞ്ഞില്ല. സംശയത്തോടെ കാണുന്നുണ്ടായിരുന്നു. സംശയത്തോടെ കണ്ടവര് കുറെ പേരുള്ള പോലെ എനിക്ക് തോന്നി. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ ഇത് സത്യമല്ല, ഇത് നിങ്ങൾ കള്ളത്തരല്ല കാണിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും മോളോടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കലോ വല്ലതും ഉണ്ടായിരുന്നു? അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷേ ഒരു നടക്കാത്തൊരു സംഭവം എന്നോട് വന്നിട്ട് ചോദിക്കുകയൊക്കെ ഉണ്ടായി, ഇതെന്താ സംഭവം ഉണ്ടായെന്നും പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു സിസ്റ്ററിനെ കണ്ടു, അങ്ങനെയൊക്കെ പറഞ്ഞ ഇല്ലാത്ത കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായി. പക്ഷേ ഈ ഇടവചനങ്ങളെല്ലാം ആ ദിവസം അത് കണ്ടതാണല്ലോ അല്ലേ? തിരുവോസ്തി കണ്ടത് അത്രയും മോള് മാത്രമല്ല, അല്ലെങ്കിൽ മോളുടെ കുടുംബം മാത്രമല്ല കണ്ടായിരുന്നത്. ഇത് ഒരു ദേവാലയത്തിൽ കുർബാന മധ്യേ പൊതുവേദിയിലാണ് ഈ കണ്ട ജനങ്ങൾ മൊത്തവും കണ്ടത്, ഒരു വിശ്വാസത്തിലേക്ക് എത്തിയത്. അതിനുശേഷം ഇപ്പോൾ 3 പ്രാവശ്യം സംഭവിച്ചു കഴിഞ്ഞു. പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് എത്രത്തോളം ഉണ്ട്? എങ്ങനെയാണ് ഇപ്പോൾ പേഴ്സണലായിട്ടൊക്കെ കൊന്തയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്താ അനുഭവം ഫീൽ ചെയ്യുന്നത്? നമ്മളോട് ആരൊക്കെയോ പേടിക്കണ്ട അങ്ങനെ ഒരു ഇപ്പോൾ കിടക്കുമ്പോഴാണെങ്കിലും എനിക്കൊരു ആ ഫീല് തോന്നാറുണ്ട്. പേടിക്കണ്ടെന്നൊക്കെ എപ്പോഴും ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ കേട്ടിട്ടിരിക്കുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. പേടിക്കണ്ടെന്നൊക്കെ ചെവിയിൽ പറഞ്ഞു. ഇപ്പോൾ ജപമാല ചെല്ലാറുണ്ട്, കൂടുതൽ ചെല്ലാറുണ്ട്. സ്കൂളിലൊക്കെ വെച്ചിട്ട് ചൊല്ലാറുണ്ട്. പേടിക്കണ്ട, എനിക്ക് പേടി ഉള്ളതുകൊണ്ട് എല്ലാവരും എന്നോട് ആദ്യം തന്നെ പറയണം പേടിക്കണ്ട, ദൈവമുണ്ട്. എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ദൈവം എന്നെ ഇങ്ങനെ തെരഞ്ഞെടുത്തു എന്ന് തോന്നി? പക്ഷെ എനിക്ക് തോന്നിയത് ഫസ്റ്റത്തെ 2 പ്രാവശ്യവും എനിക്ക് ഇന്ന് തോന്നിയതാണത്. ഫസ്റ്റത്തെ 2 പ്രാവശ്യവും സംഭവിച്ചപ്പോൾ ആരും അറിയിച്ചിട്ടൊന്നും ഉണ്ടായില്ല. ഈ 2 പ്രാവശ്യം കഴിഞ്ഞപ്പോഴാണ് ഈ മാതാവിൻ്റെ കണ്ണിൽ നിന്ന് ബ്ലഡ് വന്നത്. അത് എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ അറിയിച്ചില്ല, അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നില്ല എന്ന് ചോദിച്ചതുപോലെ എനിക്ക് തോന്നി. എന്നാലും ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇന്ന് എനിക്കത് പിന്നെയും റിപ്പീറ്റേഷനായിട്ട് തോന്നി. ഇത് നടന്നു കഴിഞ്ഞ് ഇന്ന് ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ ആ മാതാവിൻ്റെ കണ്ണിൽ ആ ബ്ലഡും കാണാതായപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. രണ്ടാമത്തെ പ്രാവശ്യം അതിനെ സംബന്ധിച്ച ശേഷമാണ് മാതാവിന്റെ കണ്ണിൽ ബ്ലഡ് വരുന്നത്. ഇന്നലത്തോടുകൂടി ലോകം മുഴുവൻ അറിഞ്ഞു. ലോകം മുഴുവൻ തന്നെ അറിഞ്ഞെന്ന് പറയാം. കേരളം നല്ല ലോകം മുഴുവൻ തന്നെ ഈ ഒരു അത്ഭുതം നടന്നു, മോളുടെ ജീവിതം സംഭവിച്ചത്. അത് എല്ലാവരും അറിഞ്ഞപ്പോൾ ഒരുപാട് പേര് വിശ്വസിച്ചു. ഇന്നലെ നമ്മുടെ ദേവാലയത്തിലേക്ക് രാവിലെ മുതൽ ആളുകൾ ഇങ്ങനെ ഒഴുകുകയാണ്. എനിക്കൊന്ന് അധികമാരെല്ലാം അറിയപ്പെടുന്ന ദേവാലയമായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത് വരെ. ഇപ്പോൾ മാടവന സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയം എറണാകുളത്ത് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അറിയുന്ന ഒരു ദേവാലയമായി മാറി. വിശ്വാസം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. പക്ഷേ ഒരുപാട് പേര് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നതിൻ്റെ ഒരു ഇതായിട്ട് കൂടി ആ മാതാവിൻ്റെ കണ്ണിൽ നിന്ന് രക്തം മാറി എന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ ആ ഒരു വിശ്വാസം തോന്നിയിട്ടുണ്ട്. ഈ ദിവ്യകാരുണ്യം വിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ ഒക്കെ ആ സമയത്ത് മറ്റു സമയങ്ങളും ഈ ഒരു അത്ഭുതം നടക്കണമല്ല, അതിന് മുമ്പൊക്കെ എത്രത്തോളം വിശ്വാസത്തോടെയാണ് അത് സ്വീകരിച്ചതൊക്കെ? അങ്ങനെ കുർബാന കാണുമ്പോൾ ഈശോ തന്നെയാണല്ലോ എന്നൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. വിശ്വാസം ഉണ്ടായി, എന്നാൽ ഇപ്പോഴത്തെ അത്രയും വിശ്വാസം എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്കിരുന്ന് ജപമാലയൊന്നും അങ്ങനെ ചൊല്ലാറില്ല. സ്കൂളിൽ എല്ലാവരുമായിട്ട് ചൊല്ലുമ്പോൾ അതിന് കൂടും അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിപ്പോൾ എനിക്ക് തന്നെ മൈൻഡിൽ പ്രാർത്ഥിക്കണം അങ്ങനെ ഒരു തോന്നലൊക്കെ തുടങ്ങി. എൻ്റെത് അതൊരു മനസ്സിലുള്ള കൊറോണ ടൈമിലാണ് നടന്നത്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് ഇങ്ങനെ ക്ലാസ് ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല. എല്ലാം ഒരു ബുക്ക് തന്നു, ഞാൻ തന്നെ പഠിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ എന്നാലും എനിക്ക്